ചോറ്റാനിക്കരയിൽ മരിച്ച പോക്സോ അതിജീവിതയുടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടക്കുന്നത്. വിശദാംശങ്ങളുമായി ഷീന മാർട്ടിനുണ്ട്. ഷീന, പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴേക്കാണ് കഴിയുക? ആതിര, പോക്സോ അതിജീവിതയായിരുന്ന പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം അരമണിക്കൂറായി പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിട്ട്. അരമണിക്കൂറിന് ശേഷം ഇപ്പോൾ കഴിയാറായി എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു പെൺകുട്ടിക്ക് അപകടമുണ്ടായതും പെൺകുട്ടിക്ക് ഇത്തരത്തിലൊരു പീഡനമേൽക്കുന്നതും പിന്നീട് ഗുരുതരാവസ്ഥയിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്നതും. ഇതിനുശേഷം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും വ്യക്തമായിട്ടുള്ള എന്താണ് മരണകാരണം എന്നുള്ള തരത്തിലുള്ള സൂചനകളൊക്കെ തന്നെ ലഭിക്കുന്നത്, പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ പ്രതിയായ അനൂപിനെതിരെ കൊലക്കുറ്റമടക്കമുള്ള കേസുകൾ ചുമത്തുന്ന കാര്യത്തിലും പോലീസിന് തീരുമാനമുണ്ടാവുക. തലച്ചോറിനേറ്റ ക്ഷതമായിരുന്നു മരണകാരണമെന്നായിരുന്നു പോലീസ് പറഞ്ഞത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായതിനു ശേഷം പോലീസ് പറഞ്ഞത്. അതുപോലെ തന്നെ ശരീരത്തിനകത്ത് അധികം മുറിവുകൾ ഉള്ളതായും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസ് പറഞ്ഞിരുന്നു. ഇതൊക്കെ തന്നെ സ്ഥിരീകരിക്കാൻ വേണ്ട ശാസ്ത്രീയമായ തെളിവുകളെല്ലാം ലഭിക്കുക പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമായിരിക്കും പ്രതിയായ അനൂപിനെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുക്കുക. പ്രതിയായ അനൂപിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാനായുള്ള അപേക്ഷ ഉടൻ തന്നെ കോടതിയിൽ സമർപ്പിക്കും. കോടതിയിൽ ഇന്ന് തന്നെ തെളിവുകൾക്കായും അല്ലെങ്കിൽ ഉത്തരവിനായുള്ള അപേക്ഷ സമർപ്പിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചോറ്റാനിക്കരയിലെ വീട്ടിൽ 1 മണിക്കൂർ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം പെൺകുട്ടിയുടെ സംസ്കാരം നടക്കുക. തൃപ്പൂണിത്തറ നടമേൽ യാക്കോബായ പള്ളിയിലാണ് പെൺകുട്ടിയുടെ സംസ്കാരം നടക്കുക. അല്പസമയത്തിനകം തന്നെ വി മുരളീധരനും അടക്കമുള്ള നേതാക്കളും സ്ഥലത്തേക്ക് എത്തും എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ആതിര, ചോറ്റാനിക്കരയിൽ അതിക്രൂര പീഡനത്തിനിരയായി മരിച്ച പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടി ഈ ഘട്ടത്തിൽ ആരംഭിച്ചു എന്നുള്ളതാണ്. ഏകദേശം അരമണിക്കൂറായി പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകും എന്നുള്ളതാണ്. ഈ പ്രതിക്കെതിരെ കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. വിശദാംശം നൽകുകയായിരുന്നു ഷീന മാർട്ടിൻ കൊച്ചിയിൽ നിന്ന്.